ഹലോ എവരിവൺ. അപ്പം SBI ക്ലർക്കിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസം ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത്, മാത്സിൽ നിന്ന് ഏത് ടോപ്പിക്ക് പഠിക്കണം, റീസണിങ്ങിൽ നിന്ന് ഏത് ടോപ്പിക്ക് പഠിക്കണം, ഇംഗ്ലീഷിൽ നിന്ന് ഏത് ടോപ്പിക്ക് പഠിക്കണം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓരോ വീക്കായിട്ട് ഞാനൊരു 7 ആഴ്ചത്തെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 49 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് ലാസ്റ്റ് വീക്ക് മോസ്റ്റ്ലി മോക്ക് ടെസ്റ്റ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം എത്ര ദിവസം കിട്ടും നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. ഫെബ്രുവരിയിലെ എക്സാം എന്ന് മാത്രമേ അറിയത്തുള്ളൂ. സോ ഒരു 49 ഡേയ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഒരു 49-50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കാം. നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് നിങ്ങൾക്ക് അറിയാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, റീസണിങ് എബിലിറ്റി ഉണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് ആണ്, 30 മാർക്കാണ്, 20 മിനിറ്റ് ആണ് എക്സാമിന്റെ ടൈം ഉള്ളത്. ന്യൂമറിക്കൽ എബിലിറ്റി ആണെങ്കിൽ 35 ക്വസ്റ്റ്യൻസ് ആണ്, 35 മാർക്സ് ആണ്, 20 മിനിറ്റ്സ് ആണ് ടൈം ഉള്ളത്. റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ്, 35 മാർക്സ്, 20 മിനിറ്റ്സ്. അങ്ങനെ 1 മണിക്കൂർ 60 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. 100 മാർക്കാണ് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഉപദേശിക്കുകയെന്ന് വിചാരിക്കല് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എക്സാം പ്രിപ്പറേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ 2 കാര്യങ്ങൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് നേരെ സ്റ്റഡി പ്ലാനിലോട്ട് പോകാം. നല്ല രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു കുറച്ച് കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ട് അതിലോട്ട് പോകാം. അതിലും ആദ്യം എനിക്ക് പറയാനുള്ളത്, എക്സാം സ്ട്രക്ചർ മനസ്സിലാക്കിയായിരിക്കണം പഠിക്കേണ്ടത്. അതായത് ഫെമിലിയറൈസ് യുവർസെൽഫ് വിത്ത് എക്സാം പാറ്റേൺ. എക്സാം പാറ്റേൺ നന്നായിട്ട് അറിയണം. അതിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വരും, ഏതൊക്കെ സെക്ഷനാണ് ക്വസ്റ്റ്യൻ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഓരോ സെക്ഷനുള്ള ടൈം അലോക്കേഷൻ എന്താണെന്നുള്ള കാര്യം നല്ല ബോധ്യം ഉണ്ടാവണം. അടുത്ത രണ്ടാമത്തേന്ന് വെച്ചാൽ പ്രാക്ടീസ് റെഗുലർലി. ഡെയിലി പഠിക്കണം. ഡെയിലി പഠിച്ചില്ലെങ്കിൽ ആ കൺസിസ്റ്റൻസി പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡും ആക്യുറസിയും ഒന്നും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അതുപോലെ സെക്ഷൻ വൈസ് നമ്മുടെ സ്ട്രെങ്ത് ഉള്ള ഏരിയാസ്, നമ്മൾ വീക്കൻ ആയിട്ടുള്ള ഏരിയാസ്, അതൊക്കെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഏത് ഏരിയയിലാണോ കുറച്ച് വീക്ക് ആയിട്ടുള്ളത് അത് കൂടുതൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്തുക. അപ്പൊ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റഡി പ്ലാനിൽ അപ്പൊ അങ്ങനെ ഒരു ടൈം മാനേജ്മെന്റ് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ സെക്ഷൻ വൈസ് പ്രയോറിറ്റൈസ് ചെയ്തിട്ടില്ല. അപ്പൊ അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. കാരണം എനിക്കറിയില്ല നിങ്ങൾ എവിടെയാണ് വീക്ക്, എവിടെയാണ് സ്ട്രോങ്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ടൈമിന്റെ ഡ്യൂറേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ടൈം ഇട്ടിട്ടില്ല. ഓരോ ടോപ്പിക്സ് ഒരു ദിവസം കവർ ചെയ്യേണ്ട ടോപ്പിക് ആയിട്ടുള്ള അത് എത്ര ടൈം കൊണ്ട് കവർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ. അതുപോലെ യൂസ് ടൈം സേവിംഗ് ടെക്നിക്സ്. പഠിക്കുമ്പോൾ തന്നെ ഷോർട്ട് കട്ട്സ് ചെയ്ത് തന്നെ പഠിക്കാം. ആദ്യം കൺവെൻഷണൽ മെത്തേഡിൽ പഠിച്ചിട്ട് പിന്നെ ഷോർട്ട് കട്ട് പഠിക്കാം അങ്ങനെ വിചാരിക്കണം. കാരണം നമുക്ക് ഇനി ടൈമില്ല. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന ടൈമിലെ തന്നെ കൺവെൻഷണൽ മെത്തേഡിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഷോർട്ട് കട്ട്സിലോട്ട് പോവുക. ടൈം മാനേജ്മെന്റ് ശ്രദ്ധിക്കുക. മാനേജ് ടൈം ഡ്യൂറിംഗ് പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ ടൈം മാനേജ്മെന്റ് ശ്രദ്ധിക്കുക. അതിന് പ്രത്യേകിച്ച് ഒരു സമയം ഇനി നിൽക്കില്ല. അപ്പൊ നിങ്ങൾ എന്താണോ പ്രിപ്പയർ ചെയ്യുന്നത് അത് ഏറ്റവും പെട്ടെന്ന് ചെയ്യാനുള്ള ട്രിക്കും ടിപ്സും എല്ലാം പഠിച്ചു തന്നെ പോവാട്ടോ. അല്ലാതെ ടൈം മാനേജിന് വേണ്ടിയിട്ട് ഈ ഒരു ടൈം ഇപ്പൊ തൽക്കാലം ഇങ്ങനെ ചെയ്ത് പഠിക്കാം, എന്നിട്ട് പിന്നീട് ടൈം മാനേജ്മെന്റ് നോക്കാം, സമയം അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാം, അങ്ങനെ വിചാരിക്കല്. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇന്ന് മുതൽ തന്നെ ടൈം മാനേജ്മെന്റ് ശ്രദ്ധിച്ച് തന്നെ പഠിക്കാം. ഇതാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എനിക്ക് പറയാനുള്ള. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമുലേറ്റ് എക്സാം കണ്ടീഷൻസ്. നമ്മൾ എക്സാം കണ്ടീഷൻസ് ഉണ്ടാക്കിയെടുക്കണം. അതായത് മോക്ക് ടെസ്റ്റുകൾ എഴുതി ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത്, അതൊരു എക്സാമിന്റെ ഒരു എൻവയോൺമെന്റ് നമ്മൾ അവിടെ നമ്മുടെ വീട്ടിലാണ് പഠിക്കുന്നതെങ്കിൽ, വീട്ടിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും സെന്ററിൽ പോയാൽ പഠിക്കുന്നെങ്കിൽ അവിടെ ഒരു എക്സാം എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു എക്സാം പ്രാക്ടിക്കൽ ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എക്സാമിന് നമ്മൾ എങ്ങനെയാണോ അറ്റൻഡ് ചെയ്ത് അതുപോലെ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ആദ്യമായിട്ട് പോയി എക്സാം കമ്പ്യൂട്ടറിൽ ഫുള്ള് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നവരാണ്, ലാപ്ടോപ്പിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ എക്സാം എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്താലേ അത് കറക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ ഫോക്കസ് ഓൺ ഈസി ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. നമ്മൾ ഈസി ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്കും ടഫ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്കും കിട്ടുന്ന അവസ്ഥയൊന്നും ഇവിടെ ഇല്ല. ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും 1 മാർക്ക്. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റംപ്റ്റ് ചെയ്യാനും ഈസി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് ആദ്യം ശ്രമിക്കണം. എക്സാം ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. അതുപോലെ തന്നെ റിവ്യൂ ആൻഡ് റിവൈസ്. റിസർവ് സം ടൈം അറ്റ് ദ എൻഡ് ഓഫ് ദി എക്സാം. നമുക്ക് റിവ്യൂ ചെയ്യാനും റിവൈസ് ചെയ്യാനും കുറച്ച് ടൈം ലാസ്റ്റ് റിസർവ് ചെയ്യാം. 20 മിനിറ്റ്സിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് എല്ലാം ഒന്ന് കവർ ചെയ്ത് ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കി ബാക്കി 5 മിനിറ്റ്സ് ചെയ്തതെല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത രീതിയിൽ റിവ്യൂ ചെയ്യാനും റിവൈസ് ചെയ്യാനും ടൈം അലോക്കേറ്റ് ചെയ്ത് തന്നെ വേണം എക്സാം
എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു അഡ്വൈസ് ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ചുമ്മാ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ 100% നിങ്ങൾക്ക് ക്ലറിക്കൽ എക്സാം ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാൻ നോക്കാം. റെഡി ആണല്ലോ? സ്റ്റഡി പ്ലാൻ നോക്കാം. അതായത് ഞാൻ ആ 4 ആഴ്ച എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അതിൽ ഡേ 1 ഞാൻ കൊടുത്തിരിക്കുന്നത് റീസണിംഗ് ഇന്ന് ഇനിക്വാലിറ്റി എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കണം. ഇനിക്വാലിറ്റി പഠിക്കണം. ദെൻ ആ ദിവസം തന്നെ ഡേ 1 അത് ഏത് ദിവസമാണ് അത് തന്നെ നിങ്ങൾ എന്ത് നമ്പർ സീരീസ് ഓരോ ആഴ്ചകളായിട്ട് നിങ്ങൾക്ക് ഡിവൈഡ്. നിങ്ങൾക്ക് ഇന്ന് മുതൽ പഠിക്കുന്നത് ഇന്നാ പഠിക്കാൻ തുടങ്ങുന്നെങ്കിൽ ഡേ 1 ഇന്നായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്പർ സീരീസ് ആണ് മാത്സ് നടക്കുന്നത്. നമ്പർ സീരീസ് എന്ന് പറയുമ്പോൾ മിസ്സിംഗ് നമ്പേഴ്സും റോങ് നമ്പേഴ്സും വരുന്നതായിരിക്കും അതിന്റെ കൂടെ. പിന്നെ നൗണും പ്രോനൗണും ഇംഗ്ലീഷിൽ നിന്ന് പഠിക്കണം. ഇതാണ് നിങ്ങളുടെ ഡേ 1ന്റെ ടാർഗറ്റ്. അപ്പൊ ഡേ 1 എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കണം. അടുത്ത ഡേ 2 വരുമ്പോഴത്തേക്കും സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ ആണ്. അതായത് മാത്സിന്റെ ടോപ്പിക്കാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ ആണ്. ദെൻ ഓർഡർ ആൻഡ് റാങ്കിങ് ആണ്. പിന്നെ അഡ്ജക്റ്റീവ് ആൻഡ് ആഡ്വർബ് ആണ് ഇംഗ്ലീഷിന്റെ ടോപ്പിക്. പിന്നെ അതുപോലെ തന്നെ റീസണിങ് വന്നിരിക്കുന്നത് സിലോജിസം ആണ്. പിന്നെ ആൽഫ ന്യൂമറിക് സീരീസ് ആണ്. പിന്നെ ടെൻസ് ആണ്. അത് നമ്മൾ മാത്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ദെൻ അടുത്ത സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഇംഗ്ലീഷിൻ്റെത്. പിന്നെ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുക. ഒരു ചെറിയൊരു മോക്ക് ടെസ്റ്റ് ചെയ്ത് എത്ര സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ദെൻ അഗെയിൻ എന്താണ് ഇൻഇക്വാലിറ്റി. ഒരു ദിവസം കൂടെ നമ്മൾ ഇൻഇക്വാലിറ്റിക്ക് കൊടുത്തേക്കുവാണ്. ദെൻ മാക്സിമം ആവറേജ് പഠിക്കുക. പിന്നെ ഡയറക്ഷൻ, ഡിസ്റ്റൻസ് കോഡിംഗ്, ഡീകോഡിംഗ്, വീണ്ടും റീസണിങ്. അന്ന് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇല്ല. മാത്സ് പ്ലസ് റീസണിങ് ആണ് ഇട്ടേക്കുന്നത് ഡേ 5. അപ്പം അതിൽ മാക്സിമം ടൈം പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ 8 hours മിനിമം ആണ്. 8 മണിക്കൂർ മിനിമം, 12 മണിക്കൂർ പഠിക്കാമെങ്കിൽ അത്രയും നല്ലത്. കാരണം ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു മാസം നമുക്കൊരു 49 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ, ഒരു 50 ദിവസം മാക്സിമം. ഞാൻ ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത് 49 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ്. അതിൽ കുറവാണെങ്കിൽ പോലും പ്രശ്നങ്ങൾ. ലാസ്റ്റ് മൊത്തം ഞാൻ മോക്ക് ടെസ്റ്റ് ആയിട്ടേക്കുന്നത്. അടുത്ത ഡേ 6 എന്ന് പറയുമ്പോൾ പെർസെന്റേജ് മാത്സ് ഉണ്ട്. അതുപോലെ ബ്ലഡ് റിലേഷൻ ഉണ്ട്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഉണ്ട്. ഇംഗ്ലീഷിൽ ഒരു ടോപ്പിക് ഉണ്ട്. ദെൻ ഡേ 7 റേഷ്യോ ഉണ്ട്. പിന്നെ ഒരു മോക്ക് ടെസ്റ്റ്, വീണ്ടും ഒരു മോക്ക് ടെസ്റ്റ്. വീക്ക്ലി രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് ആണ്. ദെൻ ഇംഗ്ലീഷിന്റെ പാരാജമ്പിൾ പഠിക്കാം. ദെൻ മാത്സിന്റെ വീണ്ടും ടൈം ആൻഡ് വർക്ക് പഠിക്കുക. മെൻസുറേഷൻ പഠിക്കുക. 2 ടോപ്പിക്കാണ് നടക്കുന്നത്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ 3 ടോപ്പിക്കാണ്. ഇതിൽ പ്രിലിംസ് അങ്ങനെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ അധികം ചോദിക്കാൻ ചാൻസ് ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് ടൈം ആൻഡ് വർക്കും മെൻസുറേഷനും മാത്രം പഠിക്കാം. ദെൻ ഡേ 2 വന്നേക്കുന്നത് ഇംഗ്ലീഷ് മാത്രമാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, സ്പോർട്ടിംഗ്, പാരാജമ്പിൾ. ദെൻ അഗെയിൻ ഒരു ചാപ്റ്റർ മാത്സിൻ്റെതും പിന്നെ ഒരു മോക്ക് ടെസ്റ്റും ക്ലോസ് ടെസ്റ്റ് ഇംഗ്ലീഷിന്റെ ഓരോ ടോപ്പിക്കും ഉണ്ട്. അപ്പൊ മാത്സും ഇംഗ്ലീഷും ആണ് നെക്സ്റ്റ് ഡേ വരുന്നത്. ദെൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടാബുലേഷൻ, റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് അടുത്ത ഡേ 4 സെറ്റ് ചെയ്തേക്കുന്നത്. ടൈം ആൻഡ് ഡിസ്റ്റൻസും റീഡിംഗ് കോംപ്രിഹെൻഷനും നന്നായിട്ട് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ സീക്വൻസ് ആൻഡ് സീരീസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. സീക്വൻസ് ആൻഡ് സീരീസും ഉണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. മാത്സിന്റെ ഒരു ടോപ്പിക് ഉണ്ട്. ദെൻ ഇംഗ്ലീഷിന്റെ ഒരു ടോപ്പിക് ഉണ്ട്. പിന്നെ ഒരു മോക്ക് ടെസ്റ്റ് എഴുതണം. ദെൻ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്. ഈ സീക്വൻസ് ആൻഡ് സീരീസ് റീസണിങ്ങിന്റെ സീക്വൻസ് ആൻഡ് സീരീസ്, നമ്പർ സീരീസ് അല്ല കേട്ടോ. റീസണിങ്ങിന്റെ ഒരു ടോപ്പിക്കും ഉണ്ട്. ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് റീസണിംഗ് ആണ്. സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ആൽഫബറ്റ് ടെസ്റ്റ്. ഇതിലും റീസണിങ്ങിന്റെയും ഇംഗ്ലീഷും കൂടെ ചേർന്ന സെക്ഷൻ ആണ്. ദെൻ നിങ്ങൾ സ്ക്വയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതായത് സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ പഠിക്കണമെങ്കിൽ സ്ക്വയേഴ്സും ക്യൂബ്സും സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും ഒക്കെ പഠിക്കണം. പിന്നെ ഒരു മോക്ക് ടെസ്റ്റ്, പിന്നെ ഒരു റാങ്കിങ്. എല്ലാ വീക്കും ഭയങ്കര കൺജസ്റ്റഡ് അല്ല. നമുക്ക് ഇതൊരു റിലാക്സിംഗ് ആയിട്ടുള്ള ഡേ ആണ്. ഒരുപാട് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള റിലാക്സിംഗ് ആയിട്ടുള്ള ഡേയ്സും ഓരോ ആഴ്ചയും ഇട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അതായത് നിങ്ങൾ ഒരുപാട് പ്രഷർ കുക്കറിനകത്ത് ആവാൻ പാടില്ല അല്ലേ. ദെൻ അടുത്ത അതുപോലെ പ്രോബബിലിറ്റി, ആൽഫ ന്യൂമറിക് സീരീസ്, സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അസംപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട്, മോക്ക് ടെസ്റ്റ് എഴുതണം. ഏസ് റീഡിംഗ് കോമ്പിനേഷൻ. അപ്പൊ എല്ലാ വീക്കിലും മോക്ക് ടെസ്റ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 2, 3 മോക്ക് ടെസ്റ്റ് വീക്ക് 2 വന്നിട്ടുണ്ട്. 3 മോക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ട് വീക്ക് 2 കേട്ടോ. അതുപോലെ എല്ലാ വീക്കിലും 2 മോക്ക് ടെസ്റ്റ് മിനിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അടുത്ത ടോപ്പിക് വരുന്നത്. പിന്നെ ഓർഡർ ആൻഡ് റാങ്കിങ്, പാരാജമ്പിൾ വരും. പിന്നെ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ, മോക്ക് ടെസ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട്. ദെൻ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, മൾട്ടിപ്പിൾ മീനിങ്, റിവൈസ് ഈസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട് വീണ്ടും പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് കാണില്ല ഒരു ദിവസം കൊണ്ട്. എന്തായാലും ഒരു ദിവസം കൂടെ വേണം അല്ലേ. ദെൻ
അതിന്റെ ഒരു മോക്ക് ടെസ്റ്റ്, നൗൺ, പ്രോനൗൺ. പിന്നെ ഏജ്, സിനോണിംസ് ആൻഡ് അറ്റോണിംസ്, ക്ലോസ് ടെസ്റ്റ്. അഗെയിൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പിന്നെ ഒരു മോക്ക് ടെസ്റ്റ്, സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അസംഷൻസ്, പിന്നെ പാർട്ണർഷിപ്പ്, ഇനിക്വാലിറ്റി, മൾട്ടിപ്പിൾ മീനിങ്. Then again profit and loss and discount വീണ്ടും വന്നു കേട്ടോ. ഒരു ചാപ്റ്ററിന് നമുക്ക് 3 ദിവസം കിട്ടുന്നുണ്ട്. വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യണം. അതായത് ആദ്യത്തെ 2 ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ തീർത്തിട്ട് പിന്നെ അതിനെ തൊടാതിരിക്കാൻ പാടില്ല. Then simple interest and compound interest വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ directions and simple relationന്റെ റിവിഷൻ. Then sentence completion. പിന്നെ വീണ്ടും ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഒരു മോക്ക് ടെസ്റ്റ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് വീണ്ടും വന്നിട്ടുണ്ട്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഞാൻ പറഞ്ഞു, ഈ ഒരു ടോപ്പിക് വേണമെങ്കിൽ കുറച്ച് മാത്രം പഠിച്ചൊന്ന് സ്കിപ്പ് ചെയ്യാം. പിന്നെ റാങ്കിങ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ദെൻ ടൈം ആൻഡ് വർക്ക്, ടാബുലേഷൻ, പിന്നെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിന്റെ റിവിഷൻ. ഇത്രയാണ് 4 വീക്കിൽ നിങ്ങൾ കവർ ചെയ്യേണ്ട ഏരിയാസ്. ഇത്രയും ഓക്കെ ആണല്ലോ. അടുത്ത വീക്കിലേക്കുള്ളത് നോക്കാം. അടുത്ത വീക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വീക്ക് 5 പ്രോബബിലിറ്റി, സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അസംഷൻസ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, ഇത്രയും ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, നൗൺ, പ്രോനൗൺ. ദെൻ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, മോക്ക് ടെസ്റ്റ് വീണ്ടും ഉണ്ട്. പിന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. ദെൻ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, ഇൻഇക്വാലിറ്റി, fill in the blanks. Again sequence and series, direction, distance, multiple meaning, seating arrangement, blood relation, sentence completion ന്റെ റിവിഷൻ. പിന്നെ വീണ്ടും ടൈം ആൻഡ് വർക്ക്, ഓർഡർ ആൻഡ് റാങ്കിങ്, റെസ്പോണ്ടിങ്. അതായത് നമ്മൾ 1 or 2 റൗണ്ട് എല്ലാ ടോപ്പിക്കും കഴിഞ്ഞു അല്ലെ. പാർട്ണർഷിപ്പ്, മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ അങ്ങനെ പോകും. മാത്സ് ടോപ്പിക്സ് അതേ സമയം തന്നെ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട്. സബ്ജക്ട് വെർബ് അഗ്രിമെന്റിന്റെ വീണ്ടും ഒരു റിവിഷൻ. പിന്നെ ഡയറക്ഷൻ, ഡിസ്റ്റൻസ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ് ഇതെല്ലാം ഓൾറെഡി കവർ ചെയ്തതാണ്. വീണ്ടും വീണ്ടും റിവിഷൻസ് ആണ്. സീക്വൻസ് ആൻഡ് സീരീസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, reading comprehension revision, then seating arrangement again, ranking, fill in the blanks, then വീണ്ടും mensuration, inequality, cross section mensuration അടുത്തൊരു സെക്ഷൻ ആണ്. then quadratic equation, ഇത് ഏറ്റവും ലാസ്റ്റ് ഒന്ന് പഠിച്ച് സെറ്റ് ആക്കാവുന്ന ചാപ്റ്റർ ആണ് quadratic equation. 5 മാർക്കാണ് മാത്സിന് അത് കിട്ടുന്നത്. then mock test എഴുതാം, റെസ്പോണ്ടിങ് പഠിക്കാം, നമ്പർ സീരീസ് വീണ്ടും, കാരണം നമ്പർ സീരീസ് 5 മാർക്കാണ്. ലാസ്റ്റ് ടൈം അതും ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ടേബിൾസ് 20യുടെയും 20 വരെയുള്ള ടേബിൾസ് 20 വരെ പോലെ അതിൽ കൂടുതൽ പഠിക്കുക. ഒരു 30 വരെയുള്ള സ്ക്വയേഴ്സ്, 15 വരെയുള്ള ക്യൂബ്സ്, സിറ്റിംഗ് അറേഞ്ച്മെന്റ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, പിന്നെ എല്ലാം ഞാൻ മോക്ക് ടെസ്റ്റുകളാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ 49ാമത്തെ ദിവസം നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത്, മാക്സിമം മോക്ക് ടെസ്റ്റ് ഒരെണ്ണം വെച്ചല്ല കേട്ടോ, മാക്സിമം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് 50ാമത്തെ ദിവസം അല്ലെങ്കിൽ ഒരു ഫ്രീ എടുത്തിട്ട് 51ാമത്തെ ദിവസം എക്സാമിന് പോകാൻ പറ്റട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ. ഈ ഒരു സ്റ്റഡി പ്ലാൻ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ് ഒന്ന് പറയാം കേട്ടോ. Thank you.